നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. എക്സൈസ് വകുപ്പിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. എക്സൈസ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ വില്ലേജ് ജഡ്ജിയായി നിയമനം ലഭിച്ച ശങ്കരൻ ചാത്തപ്പറമ്പന്റെ 49ാമത് സ്മൃതി ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടത്തി. വി.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലൈനിംഗ് ടാറ്റു എന്ന രഹസ്യ കോഡിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. കോട്ട പനമ്പിള്ളി പാറക്കുളം സ്വദേശി തട്ടിൽ വീട്ടിൽ ജോയലാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എക്സൈസ് വകുപ്പിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. തൃശൂർ പൂത്തോൾ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മുഖ്യമന്ത്രിയുടെ 2024 എക്സൈസ് മെഡൽ വിതരണവും പരിശീലനം പൂർത്തിയാക്കിയ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. പ്രതിജ്ഞയെടുത്തുകൊണ്ട് എക്സൈസ് സേനയുടെ ഭാഗമായ ഈ ദിവസം നിങ്ങൾ ഓരോ സേനാംഗങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ഇന്ന് ഒരു ജോലിയുടെ ഭാഗമായി മാറുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതും കൂടിയാണ് ചെയ്യുന്നത്. 134 പേർ ഇന്ന് പുതുതായി എക്സൈസ് സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ ഇവിടെ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാവരും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. 16 എക്സൈസ് ഇൻസ്പെക്ടർമാരും 71 സിവിൽ എക്സൈസ് ഓഫീസർമാരും 47 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായത്. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് പുരസ്കാര വിതരണവും മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ വിതരണവും മന്ത്രി നിർവഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികളിൽ 71 ബിരുദധാരികൾ, 20 ബിരുദാനന്തര ബിരുദധാരികൾ, 1 എം.ടെക് ബിരുദധാരി, 24 ബി.ടെക് ബിരുദധാരികൾ, 1 ബി.എ.എം.എസ് ബിരുദധാരി, 1 ബി.ഡി.എസ് ബിരുദധാരി, 4 ബി.ഡി.എസ് ബിരുദധാരികൾ, 5 ഡിപ്ലോമ ബിരുദധാരികളും ഉൾപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ നിയമനം ലഭിച്ച ഒരു കുടുംബത്തിൽ നിന്നുള്ള എം. അനന്തുവും സഹോദരിയായ എം. അർച്ചനയും പാസിംഗ് ഔട്ട് പരേഡിൽ ഒരുമിച്ച് പങ്കെടുത്തതും കൗതുക കാഴ്ചയായി. ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ എം.ആർ. അജിത് കുമാർ, എക്സൈസ് അക്കാദമി ഡയറക്ടർ ടി.എം. മജു എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, മറ്റു വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്തെ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ വില്ലേജ് ജഡ്ജിയായി നിയമനം ലഭിച്ച ശങ്കരൻ ചാത്തപ്പറമ്പന്റെ 49ാമത് സ്മൃതി ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടത്തി. ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചനയോടെ വടക്കേ നടയിൽ കോടതി പരിസരത്ത് സംഘടിപ്പിച്ച ദിനാചരണം ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന അന്നത്തെ കാലത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ESSLC പാസ്സാവുകയും വില്ലേജ് ന്യായാധിപനായി നിയമനം ലഭിക്കുകയും ചെയ്തു എന്നത് ഓർമ്മിക്കപ്പെടേണ്ടതും പുതുതലമുറയെ പരിചയപ്പെടുത്തേണ്ടതുമാണെന്ന് എം.എൽ.എ. പറഞ്ഞു. ചടങ്ങിൽ CS തിലകൻ അധ്യക്ഷനായി. PR ബാബു, സുഗുണൻ പ്രിയദർശിനി, പാർത്ഥസാരഥി, കുഞ്ഞു മുഹമ്മദ് കണ്ണാംകുളത്ത്, കെ രമേശൻ, KS ഗണേശൻ എന്നിവർ സംസാരിച്ചു. മാള ഉപജില്ല ജൂനിയർ റെഡ് ക്രോസ് ഏകദിന പ്രഥമ ശുശ്രൂഷ സെമിനാർ നടന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ നടന്ന പരിപാടി മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ജോലി തിരക്ക് ഉള്ള വ്യക്തിത്വങ്ങളാണ്. എങ്കിൽ കൂടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സേവനം അനുഷ്ഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും മുഴുവനായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അത് നൽകുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ
പഞ്ചായത്ത് അംഗം രേഖ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഷീജ ജോർജ്, PT രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലൈനിംഗ് ടാറ്റു എന്ന രഹസ്യ കോഡിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. പോട്ട പനമ്പിള്ളി പാറക്കുളം സ്വദേശി തട്ടിൽ വീട്ടിൽ ജോയലാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജോയൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 2 കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘത്തിലെ GSIമാരായ സതീശൻ മടപ്പാട്ടിൽ, മൂസ PM, GASIമാരായ റെജി AU, ബിനു MJ, ഷിജോ തോമസ്, CPO ശ്രീജിത്ത് TV എന്നിവരും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ GSI ഷാജു OG, GASI വിനോദ് KK, സീനിയർ CPO സുജിത് കുമാർ, CPOമാരായ ദീപു വിജയൻ, അജിത് തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഇന്ന് പവന് 2120 രൂപയാണ് കൂടിയത്. 1,14,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 265 രൂപ കൂടി 14,355 രൂപയായി. വള്ളിവട്ടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ഫാദർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഇന്ന് അമ്പുതിരുനാൾ ആഘോഷിക്കുകയാണ്. നാളെ തിരുനാൾ ദിനത്തിലെ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സൈസ് വകുപ്പിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. എക്സൈസ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ വില്ലേജ് ജഡ്ജിയായി നിയമനം ലഭിച്ച ശങ്കരൻ ചാത്തപ്പറമ്പന്റെ 49ാമത് സ്മൃതി ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടത്തി. VT ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലൈനിംഗ് ടാറ്റു എന്ന രഹസ്യ കോഡിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. കോട്ട പനമ്പിള്ളി പാറക്കുളം സ്വദേശി തട്ടിൽ വീട്ടിൽ ജോയലാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.